ഹായ് എവ്രി വൺ, ദിസ് ഇസ് അനറ്റ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്ലീപ്പ് ഓവർ ഷിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചു. കുറേ പേര് നല്ലത് പറഞ്ഞു, കുറച്ച് പേര് ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടെ ഉള്ളൊരു ആൻസർ, കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിൻ്റെ എല്ലാത്തിനും കൂടെ ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നൊന്നും തട്ടിക്കൂട്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് വീഡിയോ. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പഠിച്ച പ്രോഗ്രാം, ഞാൻ കാനഡയിൽ തന്നെയാണ് പ്രോഗ്രാം പഠിച്ചതാണ്. ഞാൻ ആ ഫീൽഡിൽ തന്നെ ജോലിക്ക് കയറിയത്. ഒരു 2 ഇയർ പ്രോഗ്രാം ആയിരുന്നു. ഗവൺമെൻറ് സർവീസസ് വർക്കറുടെ ഒരു കോളേജിലാണ് പഠിച്ചത്. പിന്നെ ഈ പുള്ളി പറഞ്ഞു ദിസ് ഇസ് നഴ്സസ് എയ്ഡ് ആണ്, ആൻഡ് വൺ ഓഫ് ദ ഡർട്ടിയസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. ദ മെയിൻ തിങ് വാസ് ക്ലീനിങ് പീപ്പിൾസ് ഷിറ്റ്. യെസ്, ഞങ്ങൾക്ക് പേഴ്സണൽ കെയർ വരുന്നുണ്ട്. ഐ ഡു ക്ലീൻ പീപ്പിൾസ് ഷിറ്റ്. പക്ഷെ എനിക്കതിൽ നാണക്കേട് പറയാനൊന്നുമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീൽ ചെയറിലുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി ഉള്ളവർക്ക്, അതായത് അവർക്ക് അറിയില്ല, ചിലപ്പോൾ ഒരു 23 വയസ്സുള്ള ആൾക്ക് ഒരു 10 വയസ്സുകാരൻ്റെ ബുദ്ധി വളർച്ച കാണത്തുള്ളൂ. സോ അതായത് ഒരു മനുഷ്യൻ വേറൊരാളെ കൊണ്ട് മലവും മൂത്രവും ക്ലീൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അയാൾ അത്രയും പതറ്റിക് സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എവ്രി ജോബ് ഹാസ് എ ഡിഗ്നിറ്റി. അത് ചായക്കടയിൽ നിന്ന് ചായ അടിക്കുന്ന ചേട്ടൻ തൊട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരെയാണെങ്കിലും എവ്രി സിംഗിൾ ജോബ്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ക്ലീനിങ് ലേഡി ആണോ, നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കും. ബസ് ഡ്രൈവറാണോ, നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കും. സോ ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനല്ല, ജസ്റ്റ് ഗ്രോ അപ്പ് മാൻ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ കൂടെയാണ്. അപ്പോൾ അവർ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അവർക്ക് ചിലപ്പം മെഡിക്കേഷൻസ് ചിലർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കും, ചിലർക്ക് നമ്മൾ റിമൈൻഡേഴ്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ ചിലർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ആൻഡ് അവരുടെ കൂടെ ചിലപ്പോൾ ഗ്രോസറി വാങ്ങിക്കാൻ പോവുക, ചിലപ്പോൾ അവരുടെ കൂടെ പടത്തിന് പോവുക, സ്വിമ്മിങ്ങിന് പോവുക. അങ്ങനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അവരെ സൊസൈറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം വളർത്തിയെടുക്കാൻ നോക്കുക. അതൊക്കെയാണ് നമ്മുടെ ജോലി. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ കെയർ അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ വിൽ ഹെൽപ്പ്. അത് അത്രയും മോശം പരിപാടിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതുപോലെ എൻ്റെ ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഡ്രസ്സ് എനിക്കറിയാൻ പാടില്ല, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് ഒരു ടാങ്ക് ടോപ്പാണ്. അത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാറുള്ള ഡ്രസ്സാണ്. ഞാൻ ഉറങ്ങുമ്പോൾ നൈറ്റ് ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. അതെനിക്ക് വർക്ക് പ്ലേസിൽ നൈറ്റ് ഇടാൻ പറ്റാത്ത കാരണം ഞാനൊരു ടാങ്ക് ടോപ്പ് ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങി. അതിന് എൻ്റെ കൈ കണ്ടപ്പോഴത്തേക്കും ചില അമ്മാവന്മാർക്ക് കാമം ഉണർന്നു. അപ്പോൾ എനിക്കറിയില്ല, അതിനു ഇന്ത്യയിൽ ഈ റേപ്പ് കേസസിൻ്റെ ഒക്കെ എണ്ണം കൂടുന്നതിൻ്റെ പുറകിൽ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ചിലർക്ക് ഇപ്പോഴും നേരെ വെളുത്തിട്ടില്ല. കുറേയൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തു. പിന്നെ ഇവരോടൊന്നും പറഞ്ഞിട്ടും തലയിൽ കയറത്തില്ല എന്ന് മനസ്സിലായി.